നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമ്പോഴും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. തിരക്കേറിയ ഈ കവലയിൽ ഡ്യൂട്ടിക്കെത്തുന്ന ഏക ഹോംഗാർഡ് പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. നീലേശ്വരം മാർക്കറ്റ് മുതൽ നെടുങ്കണ്ടം വരെയുള്ള ഭാഗത്താണ് രാപ്പകൽ ഭേദമന്യേ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. റോഡിലെ കുഴികളും ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുമാണ് ഇവിടെ വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ വെല്ലുവിളിയാകുന്നത്. മാർക്കറ്റിൽ നിന്നും നെടുങ്കണ്ടം വരെ എത്തണമെങ്കിൽ പലപ്പോഴും റോഡിൽ തന്നെ 1 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുസ്ഥിതിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ സംജാതമായിരിക്കുന്നത്. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിൽ വളരെ ദയനീയാവസ്ഥയാണ്. കാരണം നെടുങ്കണ്ടം മുതൽ മാർക്കറ്റ് നീലേശ്വരം കരുവാശ്ശേരി വരെയുള്ള ഈ സർവീസ് റോഡ് ഭാഗത്ത് വളരെ മോശമായിട്ട് എല്ലാം കുഴിയും കുണ്ടും ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾ വളരെ സ്ലോയിലാണ് പോകുന്നത്. എന്നാൽ അതിന് വേണ്ടുന്ന ഒരു സംവിധാനം ഇതുവരെ മെഗാ കൺസ്ട്രക്ഷന് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവർ ചെയ്തത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കുഴിയുണ്ടെങ്കിൽ ആ കുഴി മാത്രം അടച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റം മാത്രമാണ്. ഒരുപാട് കുഴികൾ രൂപപ്പെട്ടു. അതിനനുസരിച്ച് അത് പെട്ടെന്ന് വന്നൊന്ന് മൂടി റോഡ് നന്നായി വൃത്തിയാക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പും അവർ ചെയ്യാത്തതാണ് ഇത്രയും ക്യൂ ആയിട്ട് നീണ്ടു പോകുന്നതിനുള്ള മെയിനായിട്ടുള്ള കാരണം. സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗതാഗതം നിയന്ത്രിക്കാൻ ഒരു ഹോംഗാർഡ് മാത്രമാണ് ഇവിടെയുള്ളത്. 2 സർവീസ് റോഡുകളും കോട്ടപ്പുറം റോഡും പുതിയ ദേശീയപാതയും സംഗമിക്കുന്ന സ്ഥലമായതിനാൽ സദാസമയവും തിരക്കൊഴിയാത്ത ഭാഗമാണിവിടം. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഒന്നും ചെയ്യാനാകാത്തതും അറിയാത്തതുമായ നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടെ ഡ്യൂട്ടിക്കെത്തുന്ന ഹോംഗാർഡ് ചെന്നുപെടാറുള്ളത്. ഹോംഗാർഡ് മാത്രമാണ് ഈ ജംഗ്ഷനിലുള്ളത്. അത് ഒന്നോ രണ്ടോ പോലീസുകാരെ നിർത്തിക്കൊണ്ട് ഈ വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇത് വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്. മാർക്കറ്റ് ജംഗ്ഷനിൽ മണിക്കൂറുകൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിനെന്തെങ്കിലും ഒരു സംവിധാനം അധികൃതർ കണ്ടേ തീരും. കാരണം അതിൽ നമ്മൾ പരമാവധി പല കളക്ടറെ എടുക്കുകയും പിന്നെ RDO എടുക്കുകയും ഒക്കെ പറഞ്ഞ് ഇത് ചെയ്തിട്ടും ഇത് പഴയ അവസ്ഥയിൽ തന്നെ നീണ്ടു കിടക്കുകയാണ്. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ദുരിതമായി മാറുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഇടപെടലും അനുയോജ്യവും അനിവാര്യവുമായ നടപടികളും വേണമെന്നാണ് ഡ്രൈവർമാരും നാട്ടുകാരും വ്യാപാരികളുമെല്ലാം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.